ചെങ്ങന്നൂർ മുളക്കുഴ പിരളശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ബസ് കടയിലേക്ക് ഇടിച്ചു കയറി എന്നൊരു വിവരം പുറത്തുവരുന്നുണ്ട്. MC റോഡിലാണ് ഈ അപകടം നടന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽ ഒരു സ്കൂട്ടറും ബുള്ളറ്റും പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. സുജു ബാബു കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുജു, ആർക്കൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്? നിലവിലത്തെ സാഹചര്യം എന്തെല്ലാമാണ്? സിന്ധുരി, ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ മുളക്കുഴയിൽ ഈ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട കടയിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്ത് പോയ ബസ്സാണ് അപകടത്തിൽപ്പെടുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപകടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു കട പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഉള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറും ബുള്ളറ്റും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഈ സ്കൂട്ടറിൽ യാത്രക്കാരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയും സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനിലയെ പറ്റിയുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കെഎസ്ആർടിസി ബസ് കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്ത് പോയ ബസ് ആണ് അപകടത്തിൽപ്പെട്ടെന്നും MC റോഡിലാണ് അപകടമെന്നാണ് വിവരമാണ് ലഭിക്കുന്നത്. ഈ അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ സുജു? അമിത വേഗത, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? സിന്ധുരി, ഇപ്പോൾ നിയന്ത്രണം വിട്ട് കെഎസ്ആർടിസി ബസ് ഈ കടയിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. അത് ബ്രേക്ക് തകരാറാണോ അതല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തകരാറാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പരിശോധന ആവശ്യമാണ്. ഡ്രൈവറുടെ മൊഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നിയന്ത്രണം വിട്ടത്? അത് വണ്ടിക്കുണ്ടായ കേടുപാടുകളാണോ? സിന്ധുരി ചോദിച്ചതുപോലെ അമിത വേഗത്തിലെത്തി അപകടം സൃഷ്ടിച്ചതാണോ ഉള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനുണ്ട്. സിന്ധുരി, ശരി, വ്യക്തമാണ് സുജു. ചെങ്ങന്നൂർ മുളക്കുഴ പിരളശ്ശേരിയിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് കെഎസ്ആർടിസി ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. MC റോഡിലാണ് ഇങ്ങനൊരു അപകടം നടന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ ഒരു സ്കൂട്ടറും ബുള്ളറ്റും പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. സുജു ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.